മുറപ്പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 40. എന്താ മാധവേ, എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഹാളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ആഡംബര സോഫായിൽ കാലിന് മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കുന്ന വേദാന്തിനെ കണ്ടതും കണ്ണൻ്റെ മുഖത്ത് തീർച്ചും പുച്ഛമായിരുന്നു വിരിഞ്ഞത്. പക്ഷെ അവന് പിന്നിൽ നിന്നിരുന്ന അച്ചുവിൻ്റെയും വിവേകിൻ്റെയും ചുമ്മുവിൻ്റെയും മുഖം അവനെ കണ്ടതും മുറുകി വന്നു. എന്തായാലും നിങ്ങൾ വന്ന സമയം കൊള്ളാം. നാളെ എൻ്റെയും ഇവളുടെയും കല്യാണമാണ്. ഇനിയിപ്പോൾ പെൺവീട്ടുകാരില്ലെന്നുള്ള അവളുടെ ആ സങ്കടം അങ്ങ് തീർന്നു കിട്ടിയല്ലോ. അഹങ്കാരത്തോടെ തല ഉയർത്തിയിരിക്കുന്നവൻ്റെ പിൻഭാഗത്തായി പിടിച്ചുള്ള 5-6 തടിമാടന്മാർ നിരന്നു നിൽപ്പുണ്ടായിരുന്നു. അതിനും മാധവ് വാ തുറന്നൊരു വാക്കുപോലും മിണ്ടിയില്ല. പക്ഷെ വേദാന്തിൻ്റെ ഓരോ ചെറിയ നീക്കങ്ങളും സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ട് അവൻ നിന്നു. എന്തായാലും നിന്നെ കൊള്ളാം കേട്ടോ. ഡിപ്പാർട്ട്മെൻറ്റിലെ കടുവയാണെന്നൊക്കെയാണ് നിൻ്റെ പുറത്തുള്ള പേര്. പക്ഷെ ഒരുത്തൻ്റെ വാക്കും കേട്ടോണ്ട് എൻ്റെ സാമ്രാജ്യത്തിലേക്ക് ഇടിച്ചു വന്ന് കയറിത്തരുവാൻ നിനക്ക് ഇത്രയ്ക്കും ബുദ്ധിയില്ലാതായിപ്പോയല്ലോ മാധവേ. വീടിനകത്തും പുറത്തുള്ള എൻ്റെ സെക്യൂരിറ്റിയെ കടന്ന് നിനക്കും നിൻ്റെ കൂട്ടുകാർക്ക് ഇവിടുന്ന് അനങ്ങാൻ പോലും പറ്റത്തില്ല. വേദാന്ത് അതും പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടതും അവൻ്റെ പിന്നിലായി നിന്നിരുന്ന ധാരികളും മാധവിനെയും കൂട്ടരെയും നോക്കി കളിയാക്കി ചിരിക്കുവാനായി തുടങ്ങി. അവൻ്റെ അണ്ണാക്കി തന്നെ കൊടുക്കണം. കണ്ണൻ്റെ പിന്നിലായി എല്ലാം കേട്ടുകൊണ്ട് നിന്ന ചുമ്മു പെട്ടെന്ന് ദേഷ്യത്താൽ വേദാന്തിന് നേർക്ക് ചാടിക്കൊണ്ട് ചെല്ലുവാനായി തുടങ്ങി. അടങ്ങി നിൽക്കടി ഒന്ന്. അപ്പോഴേക്കും മാധവ് ഒരു കൈകൊണ്ട് അവളെ പിന്നിലേക്ക് വലിച്ചു മാറ്റിയിരുന്നു. നിങ്ങൾ എന്തൊരു പോലീസാ, അവൻ കിടന്ന് കാറുന്ന കേട്ടില്ലേ? പെണ്ണിൻ്റെ കണ്ണുകളൊക്കെ അപ്പോഴേക്കും ദേഷ്യം കൊണ്ട് ചുവന്ന് കലങ്ങിയിരുന്നു. നിനക്കേ അവനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. കൊടുക്കാനുള്ളത് പലിശ തീർത്ത് കൊടുക്കുകയാവാം. പക്ഷേ ഇപ്പോഴല്ല, ഒന്ന് വെയിറ്റ് ചെയ്യ്. അത് പറയുമ്പോൾ മാത്രം അവൻ്റെ സംസാരത്തിൽ ഇത്തിരി ഗൗരവം കലർന്നിരുന്നു. പിന്നീട് എന്തുകൊണ്ടോ ചുമ്മു വായ തുറന്ന് ഒരക്ഷരം പോലും മിണ്ടിയില്ല. പക്ഷെ അവളുടെ കണ്ണിലെ തീ കെട്ടിട്ടുണ്ടായിരുന്നില്ല. അവൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും ചുമ്മു. അതുവരെ നീ ഒന്ന് അടങ്ങ്. അവൾക്കരികിൽ നിന്നിരുന്ന അച്ചുവും കൂടെ ശാസിച്ചതും പെണ്ണൊരു പൊടിക്ക് അടങ്ങി. കണ്ടോ പിള്ളാരെ, മേലേടത്ത് മാധവകൃഷ്ണ, ദ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, നട്ടല്ലെന്ന് പറയുന്ന സാധനം വീട്ടിൽ വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. മാധവിൻ്റെ മൗനം വേദാന്തിനെ അത്രമേൽ ഹരം കൊള്ളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കണ്ണ, എങ്ങനെയാ? ഇനിയും സ്വയം നിയന്ത്രിക്കുവാൻ കഴിവില്ലെന്ന് ഉറപ്പായതും അരികിൽ നിന്നിരുന്ന വിവേക് അവൻ്റെ ചെവിയോരം ചോദിച്ചു. നിക്ക് വിവേകേട്ടാ, ഇനിയും ഇതിൽ കഥാപാത്രങ്ങൾ വരാനുണ്ട്. മാധവിൻ്റെ കണ്ണുകളൊന്ന് കൂർത്തു. അപ്പോൾ എങ്ങനെയാ മാധവേ, നീ ഇങ്ങനെ പാറ പോലെ നിന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് എങ്ങനെയാ ഉണ്ടാവുന്നേ? വേദാന്ത് പൊടുന്നനെ മുന്നിലുള്ള ടീപ്പോയിലിരിക്കുന്ന കുപ്പിയെടുത്ത് നേരെ തൊണ്ടക്കുഴിയിലേക്ക് ഒഴിച്ചു. നിന്റെ കാര്യത്തിലൊരു തീക്കുപോക്ക് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാ വേദാന്തേ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. ചുണ്ടിലൊരു ചിരി വരുത്തിയിട്ടവൻ വേദാന്ത് വർമ്മയുടെ മുൻപിൽ കിടന്നൊരു ചെയറിൽ ചെന്നിരുന്നു. അതുകൊള്ളാം. എൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാനാണ് നീ പോകുന്നത്? ഈ വരവ് നിന്നെ മുറപ്പെണ്ണിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണെങ്കിൽ അത് നടക്കില്ലല്ലോ മാധവേ. അവനൊന്ന് ഇളകിയിരുന്നു. അതിനെൻ്റെ മുറപ്പെണ്ണിനെ കൊണ്ടുപോകാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് നിന്നോട് ആരാ വേദാന്തേ പറഞ്ഞേ? ഇത്തവണ കണ്ണൻ്റെ മുഖത്തൊരു വിടർന്ന പുഞ്ചിരിയുണ്ടായി. പക്ഷേ ഈ ദൃശ്യങ്ങൾക്കെല്ലാം സാക്ഷിയായി നിന്ന അച്ചുവിൻ്റെയും വിവേകിൻ്റെയും ചുമ്മുവിൻ്റെയും മുഖം മാത്രം സംശയത്താൽ ചുളിഞ്ഞു കണ്ണൻ്റെ ആ സംസാരത്തിൽ. പിന്നെ ഈ വരവിൻ്റെ ഉദ്ദേശം? കണ്ണൻ്റെ എതിർവശത്തിരിക്കുന്നതിൻ്റെ മുഖം ചുളിഞ്ഞു. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുൻപ് എൻ്റെ സ്റ്റേഷൻ്റെ പരിധിയിൽ നടന്ന കുറ്റകൃത്യത്തിന് മുന്നിലുള്ള കുറ്റവാളിയെ പിടിക്കുവാൻ. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് മാധവ് ഇത്തിരി ഗർവോടെ തല ഉയർത്തി. കുറ്റകൃത്യങ്ങളോ? വേദാന്തിൻ്റെ മുഖത്തെ പരിഭ്രമം ആർക്കും മനസ്സിലായില്ലെങ്കിലും മാധവ് മാത്രം അത് തിരിച്ചറിഞ്ഞിരുന്നു. അതെ, അതുതന്നെ. മിസ്റ്റർ സേവ്യർ തോമസ്, പാലത്തോട് സേവ്യർ തോമസ്. നിനക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ RK ഗ്രൂപ്പിൻ്റെ HR മാനേജർ. മാധവ് പറഞ്ഞു ഒരു ഗൂഢമായ ചിരിയോടെ. അയാളുടെ ഇല്ലായ്മയും ഞാൻ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അവൻ്റെ ചോദ്യം ചെയ്യൽ ഇഷ്ടപ്പെടാത്ത രീതിയിൽ വേദാന്ത് ഒന്ന് ചീറി. ബന്ധം ഒരുപാടുണ്ടല്ലോ വേദാന്തേ. അതിപ്പോൾ എന്നെക്കൊണ്ട് തന്നെ നീ പറയിപ്പിക്കണോ?
ഒരു പാവം പെങ്കൊച്ചിനെ ചെയ്ത് അങ്ങനെയാക്കി. അത് കണ്ടുകൊണ്ട് വന്ന അവളുടെ അപ്പൻ്റെ കഴുത്തിൽ കളഞ്ഞു. പിന്നീട് അയാളെ കൊണ്ടുപോയി പുഴയിൽ കൊണ്ടുപോയി. ഇത്രയൊക്കെ പോരെ നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ? കാലിന് മുകളിൽ ഒരു കാല് കയറ്റി വെച്ചുകൊണ്ട് കണ്ണൻ അവൻ ഇരിക്കുന്ന ചെയറിൽ ഒന്ന് ഇളകിയിരുന്നു. നീ എന്താടാ കരുതിയേ? ഇവിടെ വന്ന് 2 മാസം ഡയലോഗ് അടിക്കുമ്പോഴേക്കും ഞാനെല്ലാം സമ്മതിച്ച് നിന്റെ കാൽ കീഴിൽ വന്ന് കിടക്കുമെന്നോ? ചാടി എഴുന്നേറ്റുകൊണ്ട് വേദാന്ത് അവന് നേരെ അലറി. നീ വരണ്ട, നിന്നെ ഞങ്ങൾ കെട്ടി വലിച്ചോണ്ട് കൊണ്ടുപോയിക്കോളാം. അപ്പോഴേക്കും മാധവും അവനിരിക്കുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിരുന്നു. നീ എൻ്റെ കോട്ടയിലാണുള്ളതെന്ന് നീ ഇപ്പോഴും മറക്കുന്നു മാധവേ. പുച്ഛത്തോടെ അവൻ അലറി. നിന്റെ തട്ടകത്തിൽ വന്ന് നിന്നെ പൊക്കിക്കൊണ്ട് പോകുന്നതിലപ്പുറമുള്ള ഒരു സുഖം വേറെ എവിടെ ചെന്നാൽ കിട്ടും മിസ്റ്റർ വേദാന്ത് വർമ്മ? കയ്യിലിരിക്കുന്നതിൻ്റെ കുഴലിലേക്ക് ഒന്ന് ഊതിക്കൊണ്ട് കണ്ണൻ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ശേഷം അത് പാൻറ്റിൻ്റെ ഇടയിലേക്ക് തന്നെ തിരികെ കയറ്റി വെച്ചു. എടാ നിന്നെ ഞാൻ! ദേഷ്യത്തോടെ അലറിക്കൊണ്ട് വേദാന്ത് കണ്ണനെ അടുത്തേക്ക് മുന്നോട്ടേക്ക് ആഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. കാലിൽ തുളച്ചു കയറിയതിൻ്റെ ആഘാതത്തിൽ അവൻ മുന്നോട്ടേക്ക് തന്നെ മലർന്നടിച്ചു വീണു. അവൻ്റെ കാലിൽ നിന്നും പുറത്തേക്ക് ചീറ്റി. തന്നെ ചെയ്തത് ആരെന്നറിയുവാനായി ബന്ധപ്പെട്ട് കണ്ണുകൾ ഉയർത്തി നോക്കിയ വേദാന്ത് മുന്നിൽ നിരന്നു നിൽക്കുന്നവരെ കണ്ടതും ഒരു നിമിഷം ഭയന്നുപോയിരുന്നു. കാക്കി യൂണിഫോം ധരിച്ച 10ഓളം പോലീസുകാർ. വേദാന്തിൻ്റെ കണ്ണുകളൊന്ന് കുറുകി. അവൻ അപകടം മണത്തു. താഴെ കാവൽ നിൽക്കുന്ന 30ഓളം കാവൽക്കാരെ കടന്ന് ഇവരകത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അവനിൽ ചെറിയ രീതിയിൽ പേടി നിറഞ്ഞു. അതും ആദ്യമായി. കളയടാ ഈ പട്ടികളെ! പെട്ടെന്ന് വേദാന്ത് അലറി. തങ്ങളുടെ ബോസിൻ്റെ ആജ്ഞ കേട്ടതും ആ തടിമാടന്മാർ ഒരുപോലെ പോലീസുകാർക്ക് നേരെ പിടിച്ചുകൊണ്ട് ചാടിയിറങ്ങി. ഒരു നിമിഷം കൊണ്ട് അവിടം കളമായി. ഇവളെയും കൊണ്ട് താഴേക്ക് പോ! അവരെ പിടിക്കുന്നതിനിടയിൽ കണ്ണൻ അച്ചുവിനോടും വിവേകിനോടും നിർദ്ദേശിച്ചു. ആദ്യമായിട്ട് ഇമ്മാതിരി സീൻ കാണുന്ന പകപ്പിൽ നിന്നിരുന്ന ആ മൂവരും കണ്ണൻ്റെ പറച്ചിൽ കേട്ടിരുന്നില്ല എന്നതാണ് സത്യം. അരുണേ, ഇവരെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോ, ഞാനിത് മാനേജ് ചെയ്തോളാം. അവർ നിന്നിടത്തു നിന്ന് അനങ്ങുന്നില്ല എന്നത് കണ്ടതും കണ്ണൻ തന്നെ സബോർഡിനേറ്റിനോട് നിർദ്ദേശിച്ചു. എസ് ഐ അരുൺ അപ്പോഴേക്കും അവരെയും വലിച്ചോണ്ട് അവിടെ നിന്ന് നടക്കാനായി തുടങ്ങി. എങ്ങോട്ടേക്കാ? പൊടുന്നനെ അവർക്ക് മുൻപിലായി ചൂണ്ടിക്കൊണ്ട് 2-3 പേര് പാഞ്ഞു എന്നു. പക്ഷെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും ചുമ്മുവും അച്ചുവും വിവേകവും ഒരുപോലെ ഞെട്ടിയിരുന്നു. ഭൈരവ്! ആ മൂവരുടെയും ചുണ്ടുകൾ ഒരുപോലെ പിറുപിറുത്തു. അതെ, ഞാൻ തന്നെയാ ഭൈരവ് വർമ്മ, വേദാന്ത് വർമ്മയുടെ സഹോദരി പുത്രൻ. നിന്നെയൊക്കെ ഒരുമിച്ചൊന്ന് കിട്ടാനല്ലേ ഞാൻ ഇക്കണ്ട കളിയെല്ലാം കളിച്ചത്. പരിസരം മറന്നവൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ചുമ്മുവിന് നേരെ ഉയർത്തിപ്പിടിച്ചു. ചതി! അവളുടെ ചുണ്ടുകൾ ഉരുവിട്ടു. അതെ, ചതി തന്നെ, അവൻ മറുപടി നൽകി. എന്തിനു വേണ്ടി? അച്ചുവിൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു കയറി. നിൻ്റെയൊക്കെ സ്വത്തിനു വേണ്ടി. ഭൈരവ് അപ്പോഴും പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ചൂണ്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ. ഡോണ്ട് ഡു! അരുൺ അവന് നേരെ അലറി. ഇല്ല, ഞാൻ ചെയ്യും. ഭൈരവ് ഒരു ഭ്രാന്തനെ പോലെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരെയും ഉറ്റുനോക്കി. പൊടുന്നനെയാണത് സംഭവിച്ചത്. ചുമ്മുവിൻ്റെ വലങ്കാല് വായുവിൽ ഉയർന്നു. നിമിഷ നേരം കൊണ്ടവൾ ഭൈരവിൻ്റെ കയ്യിലിരുന്നത് തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു. അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നതിനാൽ ഭൈരവും അവളുടെ പ്രവൃത്തിയിലൊന്ന് ഞെട്ടിപ്പോയിരുന്നു. എടീ! ദേഷ്യം പൂണ്ടവൻ പൊടുന്നനെ അവൾക്ക് നേരെ നടന്നു. മുൻപിൽ വന്നു നിൽക്കുന്നവനെ നേരിടുമ്പോൾ അതൊരു പോലീസ് മിഷനാണെന്നോ താൻ കുറ്റവാളികളെയാണ് നേരിടുന്നതെന്നോ ഉള്ള ബോധവും അവൾക്കുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഭൈരവിൻ്റെ കൂടെ വന്നവരെ അരുണിനോടൊപ്പം തന്നെ അച്ചുവും വിവേകവും കൂടിയിരുന്നു. കുറേ നേരത്തെ അലച്ചിലിനൊടുവിൽ ഭൈരവിനെയും കൂട്ടരെയും നിലംപരിശാക്കിയിരുന്നവർ. കരാട്ടയോ കളരിയോ അതോ കുങ്ഫുവോ? ഇടയ്ക്കൊരു നിമിഷത്തെ സമയം കിട്ടിയപ്പോൾ അരുൺ ചുമ്മുവിനോട് രഹസ്യമായി ചോദിച്ചു. ആദ്യത്തെ രണ്ടും. പെണ്ണൊന്ന് ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കി.
അപ്പോഴേക്കും താഴെ നിന്നും കുറച്ച് പോലീസുകാർ ഓടിക്കയറി മുകളിലത്തെ നിലയിലേക്ക് വന്നിരുന്നു. താഴത്തെ എല്ലാം ക്ലിയറായി സാർ. വന്നു കയറിയ ഒരു പോലീസുകാരൻ അരുണിനെ നോക്കി ബഹുമാനത്തോടെ പറഞ്ഞു. ഓക്കെ, ഇവിടത്തെയും ഏകദേശം തീരാറായി. മാധവും ബാക്കിയുള്ള പോലീസുകാരും കൂടി ഇട്ടിരിക്കുന്ന ആൾക്കാരെ ഒന്ന് നോക്കിയിട്ട് അരുൺ മറുപടി നൽകി. എല്ലാത്തിനും എടുത്ത് വണ്ടിയിലേക്ക് കയറ്റിക്കോ. കണ്ണൻ നിർദ്ദേശിച്ചതും പെട്ടെന്ന് തന്നെ ഒരു കൂട്ടം പോലീസുകാർ തറയിൽ കിടക്കുന്ന എല്ലാത്തിനെയും തൂത്തുവാരി എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു, വേദാന്തിനെ ഒഴിച്ച്. നിനക്ക് എന്തൊക്കെയോ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, സമയമില്ല, വേഗം വന്ന് കൊടുക്കാൻ നോക്ക്. മാധവ് പെട്ടെന്ന് ചുമ്മുവിനെ നോക്കി പറഞ്ഞതും അവൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ വേദാന്തിൻ്റെ അരികിലേക്ക് പാഞ്ഞു. തറയിൽ കിടക്കുന്നവൻ്റെ മുറിവിന് മുകളിൽ തന്നെ അവൾ സഹിക്കാൻ വയ്യാതെ അവൻ അലറി വിളിച്ചു. പിന്നീട് കുറച്ച് നിമിഷങ്ങൾ ചുമ്മുവിൻ്റേതായിരുന്നു. ഒടുവിൽ അച്ചുവും വിവേകും കണ്ണനും വേണ്ടി വന്നു അവളെ പിടിച്ചു മാറ്റുവാൻ. സേവിയറിനെ ഇല്ലാതാക്കിയതിൻ്റെ തെളിവ് നീ ആവശ്യപ്പെട്ടില്ലേ? എന്നാ കേട്ടോ, നീയൊക്കെ ഇല്ലാതായി എന്ന് കരുതിയ ആ റീമ ഇതുവരെയും പോയിട്ടില്ല, ഇപ്പോഴും ജീവനോടെയുണ്ട്. അവളുടെ മൊഴി മാത്രം മതി നീയൊക്കെ അഴിയെണ്ണുവാൻ. പിന്നീടൊരു സോളിഡ് എവിഡൻറ്റും കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ആ പാവം പെണ്ണ്. അവളെ നിങ്ങൾ ചെയ്യുന്നതിൻ്റെയും തടയാണെത്തി അവൻ്റെ അപ്പനെയൊക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളടങ്ങിയ അവളുടെ വീട്ടിലെ CCTV ഫൂട്ടേജ് വീഡിയോ. ഇത് പോരെ വേദാന്തേ, നിന്നെ ആജീവന കാലത്തേക്ക് കൊടുക്കാൻ? ഇതൊക്കെ ചെയ്ത നീയൊക്കെ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയാണ് സേവ്യറിൻ്റെയും മകളിൻ്റെയും രൂപത്തിൽ വന്നിരിക്കുന്നത്. താഴെയിൽ തറയിൽ വീണ് കിടക്കുന്നവനെ ഒന്ന് തട്ടിമറിച്ചിട്ടവൻ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നീ എന്താ കരുതിയേ ഞാൻ വെറും പൊട്ടനാണെന്നോ? നിൻ്റെ അനിയൻ ഭൈരവ് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു കയറിയതെന്നോ? എന്നാ കേട്ടോ, നിങ്ങൾ എന്നെയല്ല, ഞാൻ നിങ്ങളെയാണ് കുടുക്കിയത്. കുറേ നാളുകളായി ഞാൻ നിൻ്റെ പിറകെയായിരുന്നു. പക്ഷേ നീയേ ഭാഗ്യവശാൽ നീ തന്നെ സ്വയം അന്നെൻ്റെ മുന്നിൽ ചാടി. വേദാന്തിന് മുകളിൽ മുട്ടുകുത്തിയിരുന്ന് കൊണ്ട് മാധവ് പുച്ഛത്തോടുകൂടി വിശദീകരിച്ചു. ഇനി വേറൊരു കാര്യം കൂടി നിന്നോട് പറയാം. കാര്യം ഞാൻ കെട്ടാൻ പോണ പെണ്ണാണെങ്കിലും സത്യം പറയാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല വേദാന്തേ. കളരിക്കേ കരാട്ടയിലുണ്ടായ മുതലാ സാധനം. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നേലും അവൾ നിൻ്റെ കയ്യിൽ നിന്ന് സുഖമായിട്ട് രക്ഷപ്പെട്ട് നാളെ രാവിലെ തന്നെ മേലിടത്തേക്ക് തിരിച്ചെത്തിയേനെ. അവസാനമായിട്ട് അത്രയും പറഞ്ഞിട്ട് മാധവ് അവൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റു. അരുണേ, ഇവനെ കൊണ്ടെടുത്ത് വണ്ടിയിലേക്ക് ഇട്ടേക്ക്. വേദാന്തിനെ ചൂട്ടും കാട്ടിയിട്ട് മാധവ് പറഞ്ഞു. ഓക്കെ സർ. അയാൾ തൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുവാനായി നീങ്ങിയതും മാധവ് ആ വീടിനെ മറ്റു മുറികളിലായി ഒന്ന് കയറിയിറങ്ങി അവളെ തേടി, ആ നിതയെ. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. ഏകദേശം ഏതാണ്ടൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ബാക്കി ക്ലാരിറ്റിയൊക്കെ അടുത്ത പാട്ടുകളിൽ നൽകുന്നതായിരിക്കും. ഇനി കേസ് ആൻഡ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല, ഫുള്ളി ഫാമിലി ആയിരിക്കും. കണ്ണേട്ടൻ്റെയും അങ്ങരുടെയും വേദൂട്ടിയുടെയും കല്യാണം, കൂട്ടത്തിൽ ഇച്ചിരി റൊമാൻസും. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം വരാൻ